കാനഡയിലെ ആരോഗ്യരംഗത്ത് ദയാവധം സർവ്വസാധാരണമായി മാറുകയാണെന്ന ആശങ്കകൾ ശക്തമാകുന്നു. ചികിത്സയ്ക്കിടെ പലതവണ ദയാവധം നിർദ്ദേശിച്ച സംഭവം ഒരു കത്തോലിക്ക പുരോഹിതൻ വെളിപ്പെടുത്തിയതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. വാങ്കൂവർ അതിരൂപതയിലെ 79-കാരനായ ഫാദർ ലാറി ഹോളണ്ടാണ് ഈ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. ക്രിസ്തുമസ് ദിനത്തിൽ വീണ് കാൽമുട്ട് പൊട്ടിയതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുമ്പോഴായിരുന്നു സംഭവം. താൻ മരണാവസ്ഥയിലായിരുന്നില്ലെന്ന് വ്യക്തമാക്കിയ ഫാദർ ഹോളണ്ടിനോട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത മാരകരോഗം ബാധിച്ച ആളുകളോട് ഇത് ചർച്ച ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ദയാവധത്തെ ഒരു സാധ്യതയായി അവതരിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. വൈദികൻ തദവസരത്തിൽ വളരെ അസ്വസ്ഥനായെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. നൈതികമായി ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടും ആഴ്ചകൾക്ക് ശേഷം ഒരു നഴ്സ് വീണ്ടും ദയാവധത്തെ കരുണയുടെ പ്രവൃത്തിയായി തനിക്ക് മുമ്പിൽ നിർദ്ദേശിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി. ദയാവധം യഥാർത്ഥത്തിൽ തെറ്റായ കരുണയാണെന്ന് വൈദികൻ കൂട്ടിച്ചേർത്തു. വേദനയും ബുദ്ധിമുട്ടുകളും നേരിടുമ്പോൾ മനുഷ്യർക്ക് ഇത്തരം ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നതാണ് ആത്മീയ വളർച്ചയും പുതിയ സാധ്യതകൾക്കും വഴിയൊരുക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ സംഭവത്തെ തുടർന്ന് ശക്തമായ പ്രതികരണങ്ങളുമായി കത്തോലിക്ക നേതാക്കളും രംഗത്ത് വന്നു. പ്രോലൈഫ് ചാപ്ലിനായ ഫാദർ ലാറി ലിൻ കാനഡയിലെ ദയാവധ സംവിധാനം അമാനുഷികവും സമ്മർദ്ദപരവുമാണെന്ന് ആരോപിച്ചു. 2016 നിയമപരമായി അനുവദിച്ചതിനു ശേഷം കാനഡയിൽ ദയാവധ കേസുകൾ വേഗത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ രാജ്യത്ത് പ്രധാന മരണകാരണങ്ങളിൽ ഒന്നായി ഇത് മാറിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2027 മാനസിക രോഗങ്ങൾ മാത്രമുള്ളവർക്കും ദയാവധം അനുവദിക്കുവാനുള്ള പദ്ധതികൾ കൂടി വരുന്നത് ആശങ്ക ഉയർത്തുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.